ബിഗ് ബോസ് മലയാളം സീസൺ 7 61-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഫാമിലി വീക്ക് കഴിഞ്ഞതിന് പിന്നാലെ ആകെ കലിപ്പ് മോഡിലാണ് ബിഗ് ബോസ്. ജയിലിലേക്ക് പോയ ഷാനവാസും ക്യാപ്റ്റനായ ബിന്നിയും ചേർന്നായിരുന്നു വഴക്ക്. പുട്ടിന് പീരെ എന്ന പോലെ ഇവിടെയും ഇടയിൽ കയറി ലക്ഷ്മിയും ഇടപെടുന്നുണ്ട്. ബിന്നിയുടെ ഭർത്താവായ നൂബിനെതിരെ ഷാനവാസ് മോശം പരാമർശം നടത്തിയിട്ടുമുണ്ട്. ഇതിനിടയിൽ തന്നെ ക്യാപ്റ്റൻസിക്കായി 3 പേരെയും തിരഞ്ഞെടുത്തു. 9 വോട്ടോടുകൂടി ഷാനവാസും 7 വോട്ട് നേടി അനീഷുമാണ് ഇത്തവണ ജയിലിലേക്ക് പോയത്. അക്ബറിൻ്റെ പാരഡിയോടുകൂടിയായിരുന്നു ഇരുവരെയും ജയിലിലേക്ക് പറഞ്ഞയച്ചത്. പിന്നാലെ മാവരയ്ക്കാനുള്ള ടാസ്കും ബിഗ് ബോസ് നൽകി. ഇതിനിടെയാണ് ബിന്നിയുമായി ഷാനവാസ് പ്രശ്നത്തിലാകുന്നത്. ടാസ്ക് 2 പേരും കൂടി മാറി മാറി ചെയ്യണമെന്ന് ക്യാപ്റ്റൻ ബിന്നി പറയുന്നുണ്ട്. എന്നാൽ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഷാനവാസ് പറ്റില്ല എന്ന് മറുപടി നൽകുന്നു. സംസാരം വലിയ വഴക്കിലേക്കൊക്കെ പോവുകയാണ്. ലേശം ഉളുപ്പുണ്ടോ എന്ന് ബിന്നി ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. പുറത്തും അകത്തും ജോലി ചെയ്യാതെ അളിഞ്ഞിരിക്കുകയാണ് ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ കണക്കറ്റ രീതിയിൽ ബിന്നിയും പ്രകോപിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ദേഷ്യത്തിൽ ഷാനവാസ് മാവ് ബിന്നിയുടെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുത്തു. ഇതോടെ പ്രകോപിതയായ ബിന്നി താൻ വാതിൽ തുറന്നു തന്ന് ഷാനവാസ് വാഷ്റൂമിലേക്ക് പോയെന്ന് തന്നെ എന്ന് പറയുന്നു. ഇതോടൊപ്പം നിന്റെ വീട്ടിലുള്ളവരെ അടിച്ചമർത്തും പോലെ എന്നോട് പെരുമാറരുത് എന്ന് ബിന്നി ഷാനവാസിനോട് പറയുന്നു. പെണ്ണ് ക്യാപ്റ്റനായാൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ബിന്നി ഷാനവാസിനോട് ചോദിക്കുന്നു. മീശ വച്ച ആണാണെങ്കിൽ എറിയടാ മാവ് എന്ന് ഷാനവാസിനെ ബിന്നി വെല്ലുവിളിക്കുന്നുമുണ്ട്. ഇതോടെ ലക്ഷ്മിയും കൂടെ വിഷയത്തിൽ ഇടപെട്ടു. ആണുങ്ങളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ലക്ഷ്മിയെയും ഷാനവാസ് പ്രകോപിപ്പിച്ചു. കൂടാതെ തമ്പുരാട്ടിക്കളി അങ്ങ് വീട്ടിൽ വച്ചാൽ മതി എന്ന് ലക്ഷ്മിയോട് ഷാനവാസ് പറയുന്നു. ഒടുവിൽ ബിഗ് ബോസ് ഇടപെട്ട് ജയിൽ തുറന്നു കൊടുക്കുകയും ഷാനവാസ് വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു. എന്നാൽ ഷാനവാസ് പലപ്പോഴും ഇതിനിടയിൽ തന്നെ പ്രകോപനം സൃഷ്ടിക്കാനും ബിന്നിയെ കളിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ബിഗ് ബോസ് നല്ല കളർഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.